ടു ലെക്ചേഴ്സ് ഓൺ ലോ. കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും കേരള ലോ അക്കാദമിയുടെ ഒക്കെ എൻട്രൻസിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും ലീഗൽ പോർഷൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണിത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പണിഷ്മെന്റ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 53-ലാണ് IPCയില് ചാപ്റ്റർ 3-ല് സെക്ഷൻ 53 സെക്ഷൻ 53-ലാണ് പണിഷ്മെന്റുകളെ കുറിച്ച് പറയുന്നത്. 5 തരത്തിലുള്ള പണിഷ്മെന്റുകളെ കുറിച്ചാണ് പറയുന്നത്. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? IPC പ്രകാരം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് പണിഷ്മെന്റ് കിട്ടും. നമുക്കറിയാം, നമ്മളൊരു റോങ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റായ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ പണിഷ്മെന്റ് ഉണ്ടെന്ന്. പലതരത്തിലുള്ള പണിഷ്മെന്റുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഫൈൻ അടയ്ക്കാൻ തരാം, അല്ലെങ്കിൽ ജയിൽവാസം തരാം, അതോടൊപ്പം തന്നെ നമുക്ക് തൂക്കിക്കൊല്ലാൻ വരെ വിധിക്കാം, ഡെത്ത് സെന്റൻസ് വരെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള പലതരത്തിലുള്ള പണിഷ്മെന്റുകളുണ്ട്. ഈ ടൈപ്സ് ഓഫ് പണിഷ്മെന്റുകളെ കുറിച്ചൊക്കെ പറയുന്നത് സെക്ഷൻ 53-ലാണ്. സെക്ഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പണിഷ്മെന്റുകളെ കുറിച്ച് പറയുന്നത് IPCയില് സെക്ഷൻ 53 ആണ് പണിഷ്മെന്റുകളെ കുറിച്ച് പറയുന്നത്. 5 തരത്തിലുള്ള പണിഷ്മെന്റ് ആണ്. എത്ര തരത്തിലുള്ള പണിഷ്മെന്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. 5 ടൈപ്സ് ഓഫ് പണിഷ്മെന്റ് ആണ് സെക്ഷൻ 53-ൽ പറയുന്നത്. ഇതില് ആദ്യത്തേത് ഡെത്ത് സെന്റൻസ് ഓർ ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഡെത്ത് സെന്റൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ വധശിക്ഷ. ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നത്, അതാണ് വധശിക്ഷയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ആയി പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ്. ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ് എന്ന് വെച്ചാൽ ജീവപര്യന്തം ശിക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഇംപ്രസൺമെന്റ് ഫോർ ലൈഫ് എന്ന് പറയുന്നത്. ഇംപ്രസൺമെന്റ് അടുത്തതാണ് ഇംപ്രസൺമെന്റ് എന്ന് പറയുന്നത്. ഇംപ്രസൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? തടവ് ശിക്ഷയാണ് നമ്മൾ ഇംപ്രസൺമെന്റ് എന്ന് പറയുന്നത്, ജയിൽവാസം. അത് 2 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇംപ്രസൺമെന്റിനെ തന്നെ. ഒന്ന് സിമ്പിൾ ഇംപ്രസൺമെന്റും 2 റിഗറസ് ഇംപ്രസൺമെന്റും. സിമ്പിൾ ഇംപ്രസൺമെന്റ് എന്താണ്, റിഗറസ് ഇംപ്രസൺമെന്റ് എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. അടുത്തത് 4ാമത് പറയുന്നത് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി എന്ന പണിഷ്മെന്റ് ആണ്. പ്രോപ്പർട്ടി ഫോർഫീച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും കണ്ടുകെട്ടിയെടുക്കുക, പ്രോപ്പർട്ടിയിൽ നിന്നും പിടിച്ചെടുക്കുക. അങ്ങനെയുള്ള ഒരു പണിഷ്മെന്റ് ആണ് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അടുത്തത് ഫൈൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്ര രൂപയായിട്ട് പെനാൽറ്റി അടയ്ക്കാൻ പറയുന്നതിനാണ് ഫൈൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 5 തരത്തിലുള്ള പണിഷ്മെന്റുകളാണ് സെക്ഷൻ 53-ല് IPCയിൽ പറയുന്നത്. ഇനി പുതിയ ലോയില് നമുക്ക് ജൂലൈ 1-ാം തീയതി തൊട്ട് പ്രാബല്യത്തിൽ വരാൻ പോകുന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. BNS എന്ന് പറയുന്നത് IPCയെ റീപ്ലേസ് ചെയ്ത് വരുന്ന ലോ ആണ്. അപ്പോൾ പുതിയ സബ്ജക്റ്റിൽ നിന്ന്, അതായത് പുതിയ ലോ സബ്ജക്ട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ IPC ഏരിയയിൽ നിന്ന് മാത്രമേ ഉണ്ടാകുള്ളൂ എന്നൊക്കെ കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണ് പുതിയ പോർഷൻസ് നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ, എക്സ്പെക്ട് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് IPCയെ റീപ്ലേസ് ചെയ്ത് വന്ന നിയമം, അതിനെ റീപ്ലേസ് ചെയ്ത് വന്ന നിയമമാണ്, പുതിയ നിയമത്തിന്റെ പേരാണ് ഭാരതീയ ന്യായ സംഹിത. IPC പോയിട്ട് ജൂലൈ 1-ാം തീയതി തൊട്ട് വരുന്നതാണ്. ഏത്? ഭാരതീയ ന്യായ സംഹിത. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ BNS എന്ന് പറയും. ആ BNS എന്ന് പറയുന്ന നിയമത്തിന്റെ അകത്ത് ഈ പണിഷ്മെന്റ് ഏരിയയില് 5 പണിഷ്മെന്റ് എന്നുള്ളത് 6 പണിഷ്മെന്റ് ആയി ചേർത്തിട്ടുണ്ട്. അപ്പൊ 6 പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ 6ാമത് ഒരു പണിഷ്മെന്റും കൂടി കൂട്ടിച്ചേർത്തു പുതിയ നിയമത്തില്. ആ പുതിയ പണിഷ്മെന്റ് ആണ് കമ്മ്യൂണിറ്റി സർവീസ്. ചോദിക്കാറുണ്ട് പുതിയ നിയമത്തിൽ എത്ര പണിഷ്മെന്റ് ഉണ്ടെന്ന്. എങ്ങാനും നിങ്ങളോട് ചോദിച്ചാൽ 6 പണിഷ്മെന്റ് ആണ് ഉള്ളത്. കമ്മ്യൂണിറ്റി സർവീസ് ആണ് ആ ആഡ് ചെയ്ത പണിഷ്മെന്റ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പബ്ലിക് പ്ലേസ് ഏതെങ്കിലും വൃത്തിയാക്കുക, അതായത് ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ ജയില് ക്ലീൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ പൊതുസേവനം, പബ്ലിക് പ്ലേസ് ക്ലീൻ ചെയ്യാനോ ഒക്കെ പറഞ്ഞ് നമുക്ക് തരുന്നതാണ് ഒരു ജോലിയായിരിക്കും കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള തരത്തിൽ നമുക്ക് പണിഷ്മെന്റ് തരുന്നതിനെയാണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്. ഇത് പണ്ട് കാലങ്ങളിലല്ല, ഇപ്പോഴും കുട്ടികൾക്കൊക്കെയാണ്. അതായത് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം കുട്ടികൾ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ കമ്മ്യൂണിറ്റി സർവീസ് കൊടുത്തുകൊണ്ടിരുന്നത്. അതൊരു പണിഷ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് IPC എന്ന് പറയുന്നവർക്കും, IPCയുടെ അണ്ടറിൽ അഡൽറ്റിനും, അതായത് മുതിർന്നവര് എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താലും അവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്ന ആ ഒരു പണിഷ്മെന്റും കൂടി IPCയിലേക്ക് കൂട്ടിച്ചേർത്ത് പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്ന പുതിയ നിയമത്തിൽ 6ാമത് ഒരു പണിഷ്മെന്റും കൂടി കൂട്ടിച്ചേർത്തു. അതാണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്, പൊതുസേവനം ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇത്രയുമുള്ള 5 തരത്തിലുള്ള പണിഷ്മെന്റുകളാണ് IPCയില് സെക്ഷൻ 53-ൽ പറയുന്നത്. ഇനി നമുക്ക് 1 by 1 ഡീറ്റെയിൽ നോക്കാം. പണിഷ്മെന്റുകളിൽ ആദ്യം പറഞ്ഞത് ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഡെത്ത് സെന്റൻസ് ആണ്, വധശിക്ഷ. അപ്പൊ ഈ വധശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസസിലാണ്.
എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസസിന്, എല്ലാ കേസസിലും നമുക്ക് വധശിക്ഷ ഒരാൾക്ക് പണിഷ്മെന്റ് ആയി കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അത് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസസിലാണ് ഈ ഡെത്ത് സെന്റൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞ കേസാണ് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിൽ 1980 കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസസിലാണ് ഒരാൾക്ക് ഡെത്ത് സെന്റൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ സാധിക്കുന്നതെന്ന്. അപ്പൊ എന്തൊക്കെയാണ് ഒരു കേസിനെ റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസ് ആക്കി മാറ്റുന്നത്? അപ്പൊ ഏതൊക്കെയാണ് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസ്, ഏതൊക്കെയാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന് തിരിച്ചറിയാൻ കുറച്ച് മാനദണ്ഡങ്ങൾ വേണം. അപ്പൊ അങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് പറഞ്ഞത് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസ് എന്ന് ഒരു കേസിനെ വേർതിരിച്ച് മാറ്റാനായിട്ടുള്ള ഗൈഡ് ലൈൻസ് പറഞ്ഞത് അടുത്ത കേസിലാണ് മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഏതെല്ലാം കേസസ് ആണ് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസിന്റെ പരിധിയിൽ വരുന്നതെന്ന്. അതിൽ പറഞ്ഞ കുറച്ച് ഗൈഡ് ലൈൻസിൽ വന്ന എക്സാമ്പിൾസ് ആയിരുന്നു ഈ ബ്രൂട്ടൽ ആയിട്ടുള്ള രീതിയിൽ, വളരെ എക്സ്ട്രീം ബ്രൂട്ടൽ ആയിട്ടുള്ള രീതിയിലാണ് ഒരാള് മർഡർ നടത്തുന്നതെങ്കിൽ അത് റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസസിൽ വരും. ഇനി അതോടൊപ്പം തന്നെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണ് ആ ഒരു മർഡറിന്റെ വിക്ടിം ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു വുമൺ ആണ് അതിന്റെ വിക്ടിം ആയിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതെന്തായിരിക്കും ഈ പറയുന്ന റെയറസ്റ്റ് ഓഫ് റെയറസ്റ്റ് കേസിന്റെ പരിധിയിൽ വരുത്താൻ പറ്റുന്നതാണ് എന്നുള്ള മാനദണ്ഡങ്ങൾ പറഞ്ഞത് മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണ്. ഈ രണ്ട് കേസസും ഡെത്ത് സെന്റൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റുന്നത്, ആ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കാൻ സാധിക്കുന്ന ആർക്കൊക്കെയാ? നമുക്കറിയാം സുപ്രീം കോടതിക്ക് പറ്റും, ഹൈക്കോടതിക്ക് പറ്റും. ഇനി ഡിസ്ട്രിക്ട് കോടതിക്ക് പറ്റുമോ? ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജിനും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഡെത്ത് സെന്റൻസ് പണിഷ്മെന്റ് ആയി കൊടുത്ത് വിധിക്കാൻ സാധിക്കും. പക്ഷെ അങ്ങനെ വിധിക്കുമ്പോൾ നീഡ് ദ കൺഫർമേഷൻ ബൈ ഹൈക്കോർട്ട്. ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ് ഡെത്ത് സെന്റൻസ് വിധിക്കണമെങ്കിൽ അവിടെ ഹൈക്കോടതിയുടെ കൺഫർമേഷൻ, ഹൈക്കോടതി കൺഫേം ചെയ്യണം, ഉറപ്പുവരുത്തണം. ഹൈക്കോടതിയുടെ ആ ഒരു കൺഫർമേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജിന് ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഡിസ്ട്രിക്ട് സെഷൻ ജഡ്ജിന് കൊടുക്കാൻ പറ്റുമോ ഡെത്ത് സെന്റൻസ് എന്ന് ചോദിച്ചാൽ പറ്റും. പക്ഷെ എന്ത് വേണം? ഹൈക്കോടതിയുടെ കൺഫർമേഷനും കൂടി വേണം, ഉറപ്പും കൂടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇനി ഏതൊക്കെ കേസസിലാണ് നമ്മൾ ഈ ഡെത്ത് സെന്റൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കുന്നത്? ഒരുപാട് കേസസ് വരുന്നുണ്ട്. നമ്മളിപ്പോ 302 IPC അതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. മർഡർ ചെയ്താൽ ഡെത്ത് സെന്റൻസ് വരെയും കിട്ടാം പണിഷ്മെന്റ് ആയിട്ട്. ഇനി 121 IPC പറയുന്നതാണ് വേജിംഗ് വാർ അഗൈൻസ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അഗൈൻസ്റ്റ് ആയിട്ട്, ഗവൺമെന്റിന് അഗൈൻസ്റ്റ് ആയിട്ട്, ഇന്ത്യൻ ഗവൺമെന്റിന് അഗൈൻസ്റ്റ് ആയിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അത് രാജ്യദ്രോഹ കുറ്റമാണ്. അതിന് മർഡർ പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെയും കിട്ടാം. അടുത്തത് 376A(B) പറയുന്ന പണിഷ്മെന്റ് ഒഫൻസ് ആണ് റേപ്പ് എന്ന് പറയുന്നത്. റേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കുട്ടിയെ പീഡിപ്പിക്കുക. അപ്പൊ അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ചൈൽഡ് ബിലോ 12 years, 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് നമ്മൾ പീഡിപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? പണിഷ്മെന്റ് ഡെത്ത് സെന്റൻസ് വരെയും കിട്ടാം. അല്ലെങ്കിൽ ഗ്യാങ് റേപ്പ് നടത്തുക, കൂട്ടത്തോടു കൂടി റേപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു പൈസക്ക് വേണ്ടിയിട്ട്, റാൻസത്തിന് വേണ്ടിയിട്ട് നമ്മൾ കിഡ്നാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ 5 കൂടുതലോ പേര് ചേർന്ന് ഒരു കവർച്ച നടത്തുക. അപ്പൊ ആ കവർച്ച നടത്തുമ്പോൾ അവരൊരു മർഡർ നടത്തുകയാണെങ്കിൽ ഡെക്കോയിറ്റി വിത്ത് മർഡർ എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒഫൻസസിലെല്ലാം നമ്മൾ പണിഷ്മെന്റ് ഡെത്ത് സെന്റൻസ് വരെയും കൊടുക്കാവുന്നതാണ്, വധശിക്ഷ വരെയും കൊടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഒഫൻസസിൽ പറയുന്നുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ആണ്. അടുത്തത് പണിഷ്മെന്റ് പറയുന്നത് ഇംപ്രസ്മെന്റ് ഫോർ ലൈഫ് ആണ്. ഇംപ്രസ്മെന്റ് ഫോർ ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവപര്യന്തം, ലൈഫ് ഇംപ്രസ്മെന്റ്, ജീവിതകാലം മുഴുവൻ അയാൾക്ക് തടവ് ശിക്ഷ അനുഭവിക്കണം. അതാണ് ആ പണിഷ്മെന്റ്. നോർമലി ജീവിതകാലം മുഴുവൻ ആണെങ്കിലും സെക്ഷൻ 57 IPC പറയുന്നത് 20 വർഷത്തേക്കാണ് ലൈഫ് ഇംപ്രസ്മെന്റ് എന്നാണ്, 20 yearsലേക്കാണ് ലൈഫ് ഇംപ്രസ്മെന്റ് എന്ന്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പണിഷ്മെന്റ് ആണ് ഡെത്ത് സെന്റൻസ്, ഒരാൾക്ക് വധശിക്ഷ കൊടുക്കുന്നത്. അങ്ങനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഡെത്ത് സെന്റൻസ് കൊടുത്തത് ഒരാൾക്ക് കുറച്ച് കൊടുക്കണമെങ്കിൽ, കമ്മ്യൂട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത് ആർക്കാ സാധിക്കുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ട് വധശിക്ഷ കുറച്ചു കൊടുത്ത് ജീവപര്യന്തമാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ വധശിക്ഷ മാറ്റി ജീവപര്യന്തം ഒക്കെ ആക്കി കൊടുക്കാനുള്ള പവർ, കമ്മ്യൂട്ട് ചെയ്യാനായിട്ട് ഡെത്ത് സെന്റൻസ് കമ്മ്യൂട്ട് ചെയ്യാനായിട്ടുള്ള പവർ ഉള്ളത് അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിനാണ്. അതായത് അതാത് ഗവൺമെന്റുകൾക്കാണ് എന്തുള്ളത്? ആ ഒരു ഡെത്ത് സെന്റൻസ് കമ്മ്യൂട്ട് ചെയ്ത് കുറച്ച് ചിലപ്പോ ലൈഫ് ഇംപ്രസ്മെന്റ് ആക്കി കൊടുക്കാനൊക്കെയുള്ള പവർ ഉള്ളത്. ഡെത്ത് സെന്റൻസ് കമ്മ്യൂട്ട് ചെയ്യാനായിട്ടുള്ള പവർ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റിനാണ്. ക്വസ്റ്റ്യൻ MCQ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ലൈഫ് ഇംപ്രസ്മെന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ലൈഫ് ഇംപ്രസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇംപ്രസ്മെന്റ് ഫോർ ലൈഫ്, ജീവപര്യന്തം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ജീവപര്യന്തം എന്ന് പറയുമ്പോഴേക്കും അത് കഠിന ജീവപര്യന്തമാണ് നമ്മൾ ചെയ്യേണ്ടത്. കഠിന
തടവാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇംപ്രസ്മെന്റിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. മൂന്നാമത് നമ്മൾ പറഞ്ഞ പണിഷ്മെന്റ് ആണ് ഇംപ്രസ്മെന്റ്, തടവ് ശിക്ഷ എന്ന് പറഞ്ഞത്. തടവ് ശിക്ഷ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സിമ്പിൾ ആയിട്ടും ഉണ്ട്, റിഗറസ് ആയിട്ടും ഉണ്ട്. സിമ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ആ തടവ് ശിക്ഷ മാത്രം നമ്മൾ അനുഭവിച്ചാൽ മതി. അതായത് ജയിൽവാസം മാത്രം ഇത്ര കൊല്ലത്തേക്കെങ്കിൽ അത് അനുഭവിച്ചാൽ മതി. റിഗറസ് ആയിട്ടുള്ള ഇംപ്രസ്മെന്റ് എന്ന് പറഞ്ഞാൽ കഠിന തടവ. കഠിന തടവ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ അവിടെ എന്തെങ്കിലും ഹാർഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഒക്കെ പാറ പൊട്ടിക്കാനോ അങ്ങനെയൊക്കെയുള്ള ഹാർഡ് ലേബേഴ്സും കൂടി നമ്മൾ തടവുവാസത്തോടൊപ്പം ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള റിഗറസ് ഇംപ്രസ്മെന്റ് ആണ് എങ്കിൽ അങ്ങനെയുള്ള ഒഫൻസസിന് എടുത്തു പറഞ്ഞിട്ടുണ്ടാവും കോടതി വിധി പറയുമ്പോൾ ഇത് റിഗറസ് ഇംപ്രസ്മെന്റ് ആണ്, കഠിന തടവാണ് എന്നുള്ളത്. അപ്പോ ജീവപര്യന്തം ശിക്ഷിച്ച ഒരാൾക്ക്, അതായത് ലൈഫ് ഇംപ്രസ്മെന്റിന് ജീവപര്യന്തം ശിക്ഷിച്ച ഒരാൾക്ക് കിട്ടുന്നത് സിമ്പിൾ ഇംപ്രസ്മെന്റ് ആണോ റിഗറസ് ഇംപ്രസ്മെന്റ് ആണോ? അയാൾക്ക് കിട്ടുന്നത് റിഗറസ് ഇംപ്രസ്മെന്റ് ആ. ജയിൽവാസം മാത്രം അനുഭവിച്ചാൽ പോരാ, അയാൾ കഠിന തടവാണ് അനുഭവിക്കേണ്ടത്. അപ്പൊ ലൈഫ് ഇംപ്രസ്മെന്റിന്, അതായത് ജീവപര്യന്തം ശിക്ഷിച്ച ഒരാൾക്ക് കിട്ടുന്നത് സിമ്പിൾ ഇംപ്രസ്മെന്റ് അല്ല, റിഗറസ് ഇംപ്രസ്മെന്റ്, കഠിന തടവാണ്. ഇനി ഇംപ്രസ്മെന്റ് തന്നെ രണ്ടായിട്ട് തരംതിരിച്ചു. മൂന്നാമത്തെ പണിഷ്മെന്റ് നമ്മൾ പറഞ്ഞു, അത് സിമ്പിളും ഉണ്ട് റിഗറസും ഉണ്ട്. സിമ്പിൾ എന്ന് പറയുമ്പോൾ ജയിൽവാസം മാത്രം, റിഗറസ് എന്ന് പറയുമ്പോൾ ഹാർഡ് ആയിട്ടുള്ള ലേബേഴ്സും കൂടി ചെയ്യേണ്ടി വരും. ഇനി ഈ റിഗറസ് ഇംപ്രസ്മെന്റിന് ശിക്ഷിച്ച ആളെ, അതായത് കഠിന തടവിന് ശിക്ഷിച്ച ആളെ വേണമെങ്കിൽ കോടതിക്ക് സോളിറ്ററി കൺഫൈൻമെന്റിനും കൂടി ശിക്ഷിക്കാം. സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഇപ്പൊ ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് കഠിന തടവിന് ശിക്ഷിച്ചേക്കുക. ആ ഒരു വർഷം കഠിന തടവിന് ശിക്ഷിച്ചേക്കണ വ്യക്തിനെ എന്ത് ചെയ്യാൻ സാധിക്കും, ആ കുറ്റവാളിനെ വേണമെങ്കിൽ ഏകാന്തവാസത്തിന് വിടാം. ഐസൊലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഒരു ജയിലിൽ കിടത്തില്ലേ, അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനാണ് സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറയുന്നത്. സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറയുന്ന പണിഷ്മെന്റ് ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഒരു ജയിലിൽ കിടത്തുന്നതിനാണ് പറയുന്നത് സോളിറ്ററി കൺഫൈൻമെന്റ്, ഐസൊലേറ്റഡ് ആയിട്ട്. അത് കഠിന തടവിന് ശിക്ഷിച്ച കുറ്റവാളികളെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറയുന്ന പണിഷ്മെന്റ് കൊടുക്കാമുള്ളൂ. അങ്ങനെ സോളിറ്ററി കൺഫൈൻമെന്റ് കൊടുക്കുമ്പോൾ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് 3 മാസത്തേക്കാ. 3 മാസത്തിൽ കൂടുതൽ ഒരാളെയും സോളിറ്ററി കൺഫൈൻമെന്റിനെ ശിക്ഷിക്കാൻ സാധിക്കില്ല. അത് പറയുന്നത് സെക്ഷൻ 73-ലാണ്. സോളിറ്ററി കൺഫൈൻമെന്റ് എത്ര നാളാണ് മാക്സിമം ശിക്ഷിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് 3 മാസത്തേക്കാണ്. അത് പറയുന്നത് സെക്ഷൻ 73-ലാണ് ഈ സോളിറ്ററി കൺഫൈൻമെന്റ് എന്ന് പറയുന്ന പണിഷ്മെന്റിനെ കുറിച്ച് പറയുന്നത്. റിഗറസ് ഇംപ്രസ്മെന്റിനെ, കഠിന തടവിന് ശിക്ഷിച്ച ഒരു വ്യക്തിയെ വേണമെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സോളിറ്ററി കൺഫൈൻമെന്റിന് ഏകാന്തവാസത്തിനും കൂടി ശിക്ഷിക്കാം. അത് കോടതി ആ ഒരു ജഡ്ജ്മെന്റ് പറയുമ്പോൾ എടുത്തു പറഞ്ഞിട്ടുണ്ടാകും സോളിറ്ററി കൺഫൈൻമെന്റിനും കൂടി ശിക്ഷിക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് അത് 3 മാസത്തേക്കാണ് ഈ സോളിറ്ററി കൺഫൈൻമെന്റ് കൊടുക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത 4ാമത്തെ പണിഷ്മെന്റ് ആണ് ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി. നമ്മൾ പ്രോപ്പർട്ടി കണ്ടുകെട്ടി പ്രോപ്പർട്ടിയിൽ നിന്ന് പിടിച്ചെടുക്കുക. അതാണ് 4ാമതായിട്ടുള്ള പണിഷ്മെന്റ്. 5ാമത് നമ്മൾ പറഞ്ഞത് ഫൈൻ ആണ്. ഫൈൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫൈൻ പെനാൽറ്റി സ്റ്റേറ്റിനാണ് കൊടുക്കുന്നത്, അല്ലാതെ ആ ഒരു വിക്ടിം ആയിട്ടുള്ള ആരാണോ അതിന്റെ ഇരയായിട്ട് മാറിയത് ആ ഓഫൻസിന്റെ ആ ഇരയായിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കൊന്നും അല്ല കൊടുക്കണേ, നമ്മൾ സ്റ്റേറ്റിനാണ് ഈ ഫൈൻ എമൗണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ 5 കൈൻഡ് ഓഫ് പണിഷ്മെന്റ് ആണ് IPC സെക്ഷൻ 53 പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.